ഞാൻ NK ജാഫർ അലി, പരപ്പനങ്ങാടി നഗരസഭയിലെ 23-ാം ഡിവിഷൻ നിലവിലെ കൗൺസിലറാണ്. ഏകദേശം ഞാൻ കൗൺസിലറായിട്ട് 5 വർഷം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ കാലയളവിൽ നമ്മുടെ ഈ 23-ാം ഡിവിഷൻ എന്ന ഈ കൊച്ചു പ്രദേശത്ത് ഒരുപാട് പ്രതിസന്ധികളെ ഉള്ള ഒരു ഡിവിഷനായിരുന്നു. ആ ഡിവിഷനിലേക്കാണ് ഞാൻ കാലെടുത്ത് വെച്ചു വന്നു. അന്ന് ഞാൻ ഒരുപാട് വാഗ്ദാനങ്ങൾ എന്ന് വെച്ചാൽ ഡിവിഷനുകളെ കാര്യപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ മത്സരത്തെ നേരിടുകയും അവിടുത്തെ ജനങ്ങളിനെ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുന്ന് ആ ഓരോ പ്രശ്നങ്ങളും എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്നു ഒരു 9ഓളം കുടുംബങ്ങൾ എൻ്റെ വാർഡിൽ ഏകദേശം 25 വർഷക്കാലമായി മഴക്കാലം വന്നാൽ അവർ വീട് വിട്ട് പോകേണ്ട ഒരവസ്ഥ. മഴക്കാലം എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫ്ലഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 ദിവസം മാക്സിമം പോലെ ഒരാഴ്ചയാണ് കുടുംബാംഗങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുക. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ 4 പുറവും ഉയർന്ന ഭാഗം, അതിൻ്റെ നടുവിൽ. അപ്പം എവിടെ മഴ പെയ്താലും ആ വെള്ളം ഒലിച്ചിറങ്ങി 2 മഴ ശരിക്ക് പെയ്തു കഴിഞ്ഞാൽ ആ കുടുംബം അവരുടെ വീട് വിട്ട് താമസിക്കുന്ന ഒരു ഗതികേടായിരുന്നു എൻ്റെ ഡിവിഷനിൽ ഉണ്ടായിരുന്നത്. അത് ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അതിനൊരു പരിഹാരം എനിക്ക് എൻ്റെ വാർഡിൽ കാണാൻ സാധിച്ചു. ആ വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കിണറും ബാത്റൂമും ഒന്നാവുന്ന അവസ്ഥ. തിരിച്ചവരെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടുത്തെ കുടിവെള്ളം കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആ പ്രദേശത്തിൻ്റെ അവസ്ഥ. ഏതായാലും ഈ 30 ലക്ഷം രൂപ ചെലവഴിച്ച് ആ വെള്ളം അവിടുന്ന് ഒരു 300 മീറ്റർ താഴ്ചയിലേക്ക്, അതും വളരെ സാഹസികമായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു അംഗനവാടിയുടെ 23-ാം ഡിവിഷനിൽ ഉള്ള അംഗനവാടി കറുത്തേടത്ത് കുഞ്ഞിക്കതിയുമ എന്ന ആളുടെ പേരിലാണ് അംഗനവാടിൻ്റെ പ്രദേശത്ത് ഇതുപോലെ തന്നെ ഒരു വെള്ളക്കെട്ടിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതും എനിക്ക് ആ വെള്ളം അവിടെ തൊട്ടടുത്തുള്ള പൂരപ്പയിലേക്ക് എത്തും വിധം ആ വെള്ളക്കെട്ട് എനിക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഞങ്ങളിപ്പോൾ ഇവിടെ വെള്ളക്കെട്ടായിട്ടൊരു 10 വർഷം പോലെ ഞങ്ങൾ ഇവിടെ വെള്ളത്തിലായിരുന്നു. ഇവിടുന്ന് വെള്ളം വന്നാലും ഒഴിഞ്ഞു പോകാൻ സ്ഥലമില്ല. മൊത്തത്തിൽ എല്ലാ പറമ്പിൽ നിന്ന് വെള്ളം കെട്ടി വന്ന് ഇവിടുന്ന് എല്ലായിടത്തും വെള്ളം പോയാലും ഇവിടെ വെള്ളം പോകില്ല. ഇവിടെ വറ്റേണ്ടി വരും, വെയിലുകൊണ്ട് വറ്റേണ്ടി വരും. അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് ഞങ്ങളെ ഇവിടുന്ന് വിട്ടു പോകാനാണ് എല്ലാവരും. വീട് ഒക്കെ വെള്ളം കയറിയിട്ട് ഇവിടുന്ന് നടക്കാനോട് പറ്റാത്ത കൊലത്തിലായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോരാം. അങ്ങനെയായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നത്. ചാലിൻ്റെ ഒരു ഡ്രെയിനേജ് വന്നത്. ഡ്രെയിനേജ് ഇപ്പോൾ ജാഫർ വന്നുകൊണ്ട് കൗൺസിലറായതിനു ശേഷം ഞങ്ങൾക്ക് അങ്ങനൊരു സംഭവം ഉണ്ടായി തന്നുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ നിൽക്കുന്നു. വീട് പാടിന് കിടക്കെ പറ്റിയിരുന്നു. അതൊക്കെ ഇപ്പോൾ ജാഫർ വന്നുകൊണ്ട് ഉഷാറായി. നമ്മൾ ഒരുപാട് കാലം വെള്ളത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടി മഴക്കാലത്തൊക്കെ ഇവിടെ വെള്ളം നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കോയമ്പോൻ ഇങ്ങനെ ഒരു ഡ്രെയിനേജിൻ്റെ പദ്ധതി കൊണ്ടുവരികയും അത് ഭയങ്കര വിജയകരമായിട്ട് പൂർത്തീകരിക്കാനും കോയമ്പോൻക്കും പരിസരവാസികളായ ഞങ്ങൾക്കും വളരെ സന്തോഷമാണ് ആ കാര്യത്തിൽ. അതിൻ്റെ ശേഷമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ തൊട്ട ബാക്കിൽ ഉള്ള ഒരു സബ് സെൻറ്റർ. അന്നിൻ്റെ ഞങ്ങളുടെ കുടുംബം തന്നെയായിരുന്നു അതിന് 5 സെൻറ്റ് സ്ഥലം അനുവദിച്ചത്. ഏകദേശം എൻ്റെ വയസ്സ് 45 കൊല്ലമായി, 43 കൊല്ലം എൻ്റെ വയസ്സ് തന്നെ. അന്ന് അതിന് സ്ഥലം അനുവദിച്ചു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ജമാലാക്കാനും തോന്നുന്നുണ്ട്, ജമാലാക്കാൻ്റെ നേതൃത്വത്തിലാണ് അന്ന് ഇവിടെ ഒരു സബ് സെൻറ്റർ വരികയും ആ സബ് സെൻറ്റർ ഇന്ന് നഗരസഭയിലെ എല്ലാ സബ് സെൻറ്ററും മെയിൻ സെൻറ്ററായിട്ട് വെൽനസ് സെൻറ്ററായിട്ട് ഉയർത്താൻ സാധിച്ച് അതിൻ്റെ ഫലമായിട്ട് നഗരസഭയിൽ നിന്ന്
20 ലക്ഷം, അതുപോലെ കേന്ദ്ര വീതം 55 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട ബാക്കിൽ 75 ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ വെൽനസ് സെൻറ്റർ ഇവിടെ പണി മുന്നോട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നായാടികുളത്തിൻ്റെ വശത്ത് അവിടെ ഒരുപാട് ക്ലബിൻ്റെ കുട്ടികളും മറ്റുള്ളവരൊക്കെ സമയം ചെലവഴിക്കുന്നൊരു സ്ഥലമാണ്. അവിടെ ഓപ്പൺ ജിമ്മ് നഗരസഭയുടെ സഹായത്തോടെ സാധിച്ച് ഇന്നത് പ്രവർത്തന സജ്ജമായിക്കാണ്ട് നമ്മുടെ വാർഡിലേക്ക് സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് നിരവധി റോഡുകൾ, പക്കിയാജി സ്മാരക റോഡ്, അതുപോലെ ആമിനക്കുട്ടി സ്മാരക റോഡ്, പിന്നെ നെച്ചിക്കാട്ട് മുഹമ്മദ് കുട്ടി ആജി സ്മാരക റോഡ്, അതുപോലെ തന്നെ മില്ല് റോട്ടിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് റോഡ് ഞാൻ വന്നതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അത് തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് റോഡും, അതിന് പേര് നഗരസഭയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയാണ് നഗരസഭയിലെ പേര്, ഫസ്റ്റ് റൈറ്റ് ഫസ്റ്റ് ലെഫ്റ്റ്, അത് സാധിച്ചു. അതുപോലെ ഇവിടുത്തെ റോഡ് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾക്കൊക്കെ പ്രത്യേക സ്ട്രീറ്റ് ലൈന് വലിച്ച് അതിന് പ്രത്യേക സ്വിച്ചൊക്കെ കൊടുത്ത് ആളുകൾക്ക് ഒറ്റ സ്വിച്ചിൽ തന്നെ എല്ലാ ലൈറ്റും കത്തക്കത്ത രീതിയിലുള്ള ഒരു സംവിധാനം ചെയ്തു. അതുപോലെ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ ഈ പ്രദേശത്ത് ഒരു കവലയിലും ഹൈമാസ് ലൈറ്റ് ഇല്ലായിരുന്നു. അത് ഇപ്പോൾ അറ്റത്തങ്ങാടി ഭാഗത്തൊന്ന് അത് ഒരാഴ്ച മുന്നേ പ്രകാശിച്ചു. അതുപോലെ നായാടിക്കുളത്തിൻ്റെ ഭാഗത്ത് അത് ഏകദേശം 2 കൊല്ലം മുന്നേ തന്നെ അത് പ്രകാശം പരത്തൽ തുടങ്ങി. അതുപോലെ നസീബ് നഗർ സിറാജുൽ ഇസ്ലാം മദ്രസയുടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ലൈറ്റ് സ്ഥാപിച്ചു. അത് ഏകദേശം ഒരു 1.5 വർഷം മുന്നേ പ്രകാശിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ വാർഡല്ല, MLAയോട് പ്രത്യേകം പറഞ്ഞിക്കാണ്ട് എൻ്റെ തൊട്ടടുത്ത വാർഡിൻ്റെ മദ്രസയുടെ മുന്നിൽ ലൈറ്റ് സ്ഥാപിച്ച് അതിലേക്ക് ഇനി കറണ്ട് കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അത് പ്രകാശിച്ചിട്ടില്ല. അതുപോലെ തന്നെ അംബേദ്കർ റോഡിൻ്റെ ഭാഗത്ത് അവിടെയും ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അറ്റത്തങ്ങാടി ഭാഗത്തേക്ക് പോയാൽ ഇവിടെ നായാടികുളത്തിൻ്റെ ഭാഗത്തുള്ള ട്രാൻസ്ഫോമർ ആയിരുന്നു ഇത്രയും പ്രദേശം ഏകദേശം 23-ാം ഡിവിഷൻ കംപ്ലീറ്റ് എന്ന് പറയാം ഒരു ട്രാൻസ്ഫോമർ കൊണ്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അത് എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിക്കോ 4 മണിക്കോ കറണ്ട് വന്നാൽ പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് പോകുകയാണ്. അങ്ങനെ ഇതിനെന്തെങ്കിലും പരിഹാരം കാണണമെന്ന് അത് ഉദ്ദേശിച്ച് അതിൻ്റെ ബാക്കിൽ ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റത്തങ്ങാടിയിലേക്ക് ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. ആ പ്രശ്നവും അതുപോലെ അവിടുത്തെ വോൾട്ടേജ് പ്രശ്നങ്ങളും അതിൽ പരിഹാരം ആകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റത്തങ്ങാടിയിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കറുത്തേടത്ത് റോട്ടിൽ മദ്രസ റോഡ് അത് ഇപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ കറുത്തേടത്ത് റോഡ് റീടാറിങ് ഞാൻ കയറിയ സമയത്ത് കുറച്ച് ഭാഗം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അതിന് റീടാറിങ് ചെയ്യാൻ സാധിച്ചു. ഒന്നും കൂടി മുന്നിലോട്ട് പോയാൽ NPയുടെ ഫണ്ട് കൊണ്ടുവന്ന് കണ്ട് അംഗനവാടിയുടെ താഴത്തേക്ക് ആ ഡ്രൈനേജ് അവിടെ ഒരു അംഗനവാടിൻ്റെ ഭാഗത്തൊരു ഡ്രൈനേജ് ഉണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ റോഡിന് കംപ്ലൈൻ്റ് ഉണ്ട്. അടുത്ത ഫണ്ട് തന്നെ NPൻ്റെ ഫണ്ട് കൊണ്ടുവന്ന് കണ്ടാണ് താഴത്തേക്കുള്ള ആ റോഡും ഒന്ന് സജ്ജമാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കറുത്തേടത്ത് റോഡിൻ്റെ അവസാനത്തേൽ റൈറ്റ് സൈഡിലേക്കുള്ള റോഡും എൻ്റെ കാലയളവിലാണ് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ കറുത്തേടത്ത് റോട്ടിൽ ബഗ്ദാദ് നഗർ റോഡ് അതും ഞാൻ നിൽക്കുന്ന കാലയളവിൽ തന്നെയാണ് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതുപോലെ നമ്മുടെ ആസിഫ് അലി സ്മാരക റോഡ് ചാളക്കപ്പറമ്പിൽ ആസിഫ് അലി മെമ്മോറിയൽ റോഡ് ഇന്ന് അത് പ്രവൃത്തി ആരംഭിച്ചു. ഇന്നോ നാളെ അത് കോൺക്രീറ്റ് പൂർത്തീകരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഈ ഡിവിഷനിൽ ആഴ്ചയിൽ 2 ദിവസം ഡോക്ടറും അവരുടെ ഹെൽപ്പർമാരും മരുന്നോട് കൂടി ആഴ്ചയിൽ 2 ദിവസം ശനിയാഴ്ച ചൊവ്വാഴ്ച ഈ ദിവസം മെഡിക്കൽ ക്യാമ്പ് ഈ വാർഡിൽ
രണ്ട് മണിക്കൂറോളം അവർ വന്ന് ഈ രോഗികളെ നോക്കി അതിനുള്ള മരുന്ന് കൊടുത്ത് അത് ഇന്നലെ വരെ നടന്നിട്ടുണ്ട്. ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള വീട് റിപ്പയറുകൾ, വ്യക്തിഗത ആനുകൂല്യത്തിൽപ്പെട്ട വീട് റിപ്പയറുകൾ, കിണറുകൾ, അതുപോലെ കോഴി, പശുക്കൾക്ക് കാലിത്തീറ്റ, അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലെ കുറ്റി കുരുമുളക്, പിന്നെ നമ്മുടെ ഈ കമ്പോസ്റ്റ് ടാങ്ക്, പിന്നെ അതുപോലെ വിവാഹ ധനസഹായം, അങ്ങനത്തെ വ്യക്തിഗത ആനുകൂല്യങ്ങളും അതും ഇന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബന്ധപ്പെട്ട് കണ്ട് ആരും ഒരു പാർട്ടിയോ വിവേചനമോ ഒന്നും കാണിക്കാതെ എന്താണോ ഇന്ന് വരെ ഞാൻ ഇവിടെ നേരിട്ട് കണ്ട് ഒരു ഫോം വിതരണം ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടില്ല. ഞാനതെന്ത് ചെയ്യും, കുടുംബശ്രീ മുഖാന്തരം അവരെ ഏൽപ്പിക്കും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, കൈകാര്യം ചെയ്ത് കാണ്ടാണ് ആ വക ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചുകാണ്ട് ഇപ്പം ഞാൻ ഈ 5ാം വർഷത്തിൽ ഇറങ്ങാൻ ഈ വാർഡിനോട് പടിയിറങ്ങാൻ വേണ്ടി നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ വെള്ളക്കെട്ട്, ഈ 9ഓളം വീടുകൾക്കും വേണ്ടിയാണ് ആ 30 ലക്ഷം റുപ്യ വകയിരുത്തിയത്. അതൊരുപാട് പ്രതിസന്ധികളും ഒക്കെ മറികടന്നിട്ടാണ് ആ വെള്ളക്കെട്ട് നമ്മളിങ്ങോട്ട് നായാടിക്കുളം ഭാഗത്തേക്ക് ആ വെള്ളത്തെ നമ്മൾ ഒഴുക്കിയത്. രണ്ടാമത് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലാണ് ചെയ്തത്. അത് രണ്ടിലും ഞാൻ പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുമുണ്ട്. കാരണം ആഴ്ചയിൽ 2 ദിവസം ഇവിടുന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഒരു ടൗണിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ ഇത് ആളുകൾ ഉപയോഗിച്ച് കാണുന്ന ചെറിയ കുട്ടികളൊക്കെ കൊടുത്ത് കണ്ട് അവർക്ക് ഇവിടെ ഒന്ന് കാണിച്ച് പോകുന്ന ഭയങ്കര സന്തോഷമാണ് അത് കാണുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ ആരോഗ്യ മേഖലയിൽ ഈ സബ് സെൻ്ററിനും വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് അതിന് ഒരുപാട് അപമാനങ്ങളും കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്ത് പ്രതിസന്ധി വന്നാലും ഇയാളെ വിളിക്കാമെന്നുള്ള ഒരു ധൈര്യം ജനങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും അതൊരു രഹസ്യം സൂക്ഷിച്ച് വെക്കുന്ന ഒരു കേസാവട്ടെ, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള കേസാവട്ടെ, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് പതറി നിൽക്കുന്ന പൈസ ഇല്ലാതെ നിൽക്കുന്ന കേസാവട്ടെ, എന്ത് പ്രതിസന്ധി വന്നാലും അയാളെ ഒന്ന് വിളിക്കാം എന്നുള്ള ഒരു സംസാരം എന്നോട് നേരിട്ട് തന്നെ ആ സന്തോഷം പങ്കുവെച്ച് എൻ്റെ വാർഡിൽ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷിക്കാൻ കഴിയുന്നത് എൻ്റെ ബാക്കിലുള്ള ഈ സബ് സെൻ്റർ. അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട്, തൊട്ടടുത്തുള്ള മുഹമ്മദ് കുട്ടി ആജി സ്മാരക റോഡ്. ഈ മുഹമ്മദ് കുട്ടി ആജിയാണ് എൻ്റെ മൂത്താപ്പ ഉപ്പാൻ്റെ ജ്യേഷ്ഠന് ഈ സ്ഥലത്ത് നിന്ന് 5 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് ആണ് ഈ ബിൽഡിങ് ഞാൻ നിൽക്കുന്ന കാലയളവിൽ എനിക്കത് നിർമ്മിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് മൂപ്പര് കൊടുത്ത സ്ഥലത്തിലൂടെ റോഡ് എനിക്ക് കൊണ്ടുപോകാനും മൂപ്പര സ്മാരകയിലൂടെ ആ റോഡ് കൊണ്ടുപോകാൻ സാധിച്ചത്. ഏറ്റവും സന്തോഷം എനിക്കതാണ് ഈ കാലയളവിൽ കിട്ടിയിട്ടുള്ളത്. ഈ പദ്ധതി ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് ലൈൻ്റെ ക്ലബ്ബ് ഭാരവാഹികളോടും ഇവിടെയൊക്കെ സംസാരിച്ച്, അങ്ങനെ നമ്മുടെ ക്ലബ്ബ് ഭാരവാഹികളും ഇവരൊക്കെ കാണിച്ചിരുന്ന സ്ഥലമാണ്. അവർ ഇവിടെ ഇരിക്കാനൊക്കെ ഇതൊക്കെ കെട്ടി അവർ നേരമ്പോക്ക് സ്ഥലമായിരുന്നു. അവർ കാണിച്ചെന്ന് അവർക്കും വേണ്ടിക്കാണ്ടാണ് ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തുകാണ്ട്